നിങ്ങൾ കേരള PSCക്കോ അല്ലെങ്കിൽ SSCക്കോ അതുപോലെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം ബാക്ക് ടു മൈ സ്റ്റഡീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെ ടിപ്സാണ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ചു പഠിത്തത്തിലേക്ക് വരും എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ നോർമലി പഠിക്കുന്ന ടൈമിൽ തന്നെ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന കാര്യങ്ങൾ ഒരു ഷോർട്ടായിട്ട് എഴുതി വെക്കാറുണ്ട്. ഞാൻ ഒരു ഡയറിയിലാണ് എഴുതി വെക്കാറ്. അപ്പോൾ ഇതിലാണ് ഞാനിങ്ങനെ എഴുതി വെക്കാറ്. ഇത് കുറച്ചുകൂടി ക്യൂട്ടാകുമ്പോൾ നമുക്ക് എടുത്തു നോക്കാൻ തോന്നുമല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ടൈം ടേബിൾ ചെയ്തിട്ട് അത് മൂലക്ക് കൊണ്ടുപോയിട്ട് വെക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ഓർമ്മയേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി കളർഫുൾ ആകുമ്പോൾ എനിക്കിത് എടുത്തു നോക്കാൻ തോന്നും. അങ്ങനെയാണ് ഞാനത് ഇത് വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോർമൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഞാൻ ഓരോ എക്സാമിന് ഓരോ രീതിയിലാണ് ടൈം ടേബിൾ പ്രിപ്പയർ ആക്കി വെക്കൽ. ഇപ്പോൾ ഷോർട്ട് ടൈമിൽ ഉണ്ടാവുന്ന എക്സാമൊക്കെ ആണെങ്കിൽ ഞാൻ മന്ത്ലി ഉള്ള ടോപ്പിക്സ് മാത്രമാണ് എഴുതി വെക്കൽ. ഇപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ആ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചത് അത് തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള എഴുതി വെച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും പഠിക്കാൻ തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പഠിക്കണം എന്നുള്ളിലുണ്ടാവും, പക്ഷെ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ കാരണം നമുക്ക് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു അരമണിക്കൂർ ടൈം പഠിക്കാമെന്ന് തീരുമാനിക്കുക. അരമണിക്കൂർ വളരെ കുറഞ്ഞ ടൈമാണ്. അരമണിക്കൂർ ഇരിക്കാൻ പറ്റാത്തവർ കാമണിക്കൂർ എടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചതിൽ ആദ്യം നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ടൈം ടേബിൾ ആക്കി വെക്കല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഏത് ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങിയത് അതൊന്ന് റിവൈസ് ചെയ്യുക. ആ കാമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അതിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ പഠിച്ച സാധനം ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. നമ്മൾ പുതിയ ടോപ്പിക്ക് തുടങ്ങാനേ പോകുന്നില്ല. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം തുടങ്ങുമ്പോൾ നമുക്ക് എവിടുന്ന് തുടങ്ങണമെന്ന് അറിയുന്നുണ്ടാവില്ല. അതുപോലെ ഈ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ലാസ്റ്റ് പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല. ഇപ്പോൾ ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ കാരണം കുറേ നമ്പേഴ്സൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. തീരെ ഓർമ്മയില്ല. ഞാൻ ഒന്ന് ക്ലാസ് കേട്ടു, പിന്നെ ഒരിക്കൽ വായിച്ചു. അതല്ലാതെ ഞാൻ പിന്നെ ആ ടോപ്പിക്ക് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ കുറേ ഗ്യാപ്പായി. ഞാനിപ്പോൾ ലാസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നോക്കിയത് എനിക്കൊരു 3 month ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇത് ബാക്ക് ടു സ്റ്റഡീസിലേക്ക് വരാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം നമ്മൾ അരമണിക്കൂറിലൊരു സ്ലോട്ടിൽ പഠിക്കുന്നു, അടച്ചു വെക്കുന്നു. അന്ന് ആ ദിവസം തന്നെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ എന്താ പഠിച്ചത് ആദ്യം റിവൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ മുമ്പ് പഠിച്ചു വെച്ച കാര്യത്തിൽ സെക്കൻഡ് ടോപ്പിക് എടുക്കാം, അത് പഠിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഈ ടോപ്പിക്കിന്റെ ബാക്കി ഉണ്ടാവും, അത് നോക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ട്രാക്ക് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നതൊന്ന് ട്രാക്ക് നോട്ടീസ് ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. എന്തൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഒരു അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ട് മതി. ഈ വീക്കിൽ ഞാൻ എന്തൊക്കെ കവർ ചെയ്തു, അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈസി സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചുകൂടി കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ബൈ ബൈ.